الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് വ അസ്ഹാബു റസൂലില്ലാഹ്. നാം മനസ്സിലാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് കൊടുത്ത ഷഹാദ പ്രാവർത്തികമാക്കാൻ രണ്ട് വഴികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ഒന്ന് മുഹമ്മദ് നബിയുടെ റിസാലത്തും പിന്നെ ഒന്ന് സഹാബാക്കളുടെ സ്വഹബത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നുബുവത്തും റിസാലത്തും കൊടുത്ത അതേ രീതിയിൽ ഒരു സംഘത്തെ പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു അല്ലാഹു തആല. അവർക്ക് അല്ലാഹു തആല കൊടുത്ത യോഗ്യത സുഹബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് നിയോഗിച്ചയച്ച റസൂലിന്റെ സഹാബി, മുഹമ്മദിന്റെ സഹാബി അല്ല. ഖുറൈശി കൂട്ടത്തിൽപ്പെട്ട അബ്ദുല്ലാന്റെ ആമിനാന്റെ മോനായ മുഹമ്മദിന്റെ സഹാബി അല്ല, റസൂലുള്ളാഹിയുടെ സഹാബി. ഇത് തിരിച്ചറിയണം. അബ്ദുല്ലാന്റെ ആമിനാന്റെ മോനായ മുഹമ്മദിന്റെ സഹാബി കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇത് വലിയ അർത്ഥമൊന്നുമില്ല. അത് സാധാരണ ഒരു കൂട്ടുകെട്ട്, കുടുംബപരമായ കൂട്ടുകെട്ടാവാം, സ്വന്തം നാട്ടുകാരായ കൂട്ടുകെട്ടാവാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്ഹാബു റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ. അള്ളാഹുവിന്റെ റസൂൽ ആരാ? അള്ളാഹു നിയോഗിച്ചയച്ച റസൂൽ. പൂർണ്ണമായ രീതിയിൽ അല്ലാഹു തആല പരിശീലനം നൽകി, ആദ്യം നുബുവത്ത് നൽകി, ആ നുബുവത്തിലൂടെ റസൂലുള്ളാഹിക്ക് തർബിയത്ത് നൽകി,
പിന്നീട് റിസാലത്ത് നൽകി. ആ റിസാലത്തിലൂടെ നുബുവത്തിലൂടെ കിട്ടിയ യോഗ്യത വെച്ചുകൊണ്ട് ദഅവത്തും നൽകി. അതല്ല നബിയും റസൂലും നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്. നബി റസൂൽ അന്നുബുവത്തു ലിത്തർബിയ വൽറിസാലത്തു ലിദ്ദഅവ. നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. 1,24,000 നബിമാരുണ്ടായിരുന്നു. 2,24,000 എന്നും അഭിപ്രായമുണ്ട്. അല്ലാഹു അഅലം. ഇവർക്ക് മുഴുവനും നുബുവത്താണ് അല്ലാഹു തആല കൊടുത്തത്. നുബുവത്ത് അവരുടെ സ്വന്തത്തിലുള്ള പരിശീലനവും അവരുടെ കീഴിൽ അവരുടെ ഭാര്യ, മക്കള്, കുടുംബം മുതലായവർക്കുള്ള തർബിയത്തും. ആ നുബുവത്തിലൂടെ ആർജിച്ചെടുത്ത തർബിയത്ത് പ്രായോഗികമാക്കാൻ നൽകുന്ന യോഗ്യതയാണ് റിസാലത്ത്. നബിയേക്കാൾ ശ്രേഷ്ഠൻ റസൂലാണ്. ഈ 1,24,000 നബിമാരിൽ നിന്ന് 313 പേരെയാണ് അള്ളാഹു റിസാലത്തിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്താള് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 313ാമത്തെ ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദി റിസാലത്തനുസരിച്ച് ഖിയാമത്ത് നാൾ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദത്ത് പ്രായോഗികമാക്കേണ്ടത് അതിന്റെ റോൾ മോഡൽ ആരാണ്? അസ്ഹാബ് റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിശീലനമാണ് സഹബാക്കൾക്ക്. ആദ്യമായി അല്ലാഹു തആല പരിശീലനത്തിന് വേണ്ടി പുരുഷന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സ്ത്രീകളിൽ നിന്ന് അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. കുട്ടികളിൽ നിന്ന് അല്ലാഹു തആല സെലക്ട് ചെയ്യുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ഓരോരുത്തരെ സമയം വരുമ്പോൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവർക്ക് ഹിദായത്ത് കൊടുക്കുക, എന്നിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ സുഹബത്തിൽ പരിശീലനം കൊടുക്കുക. എന്നിട്ട് നമ്മളോട് അല്ലാഹു തആല പറയുക, മുഹമ്മദുർ റസൂൽ അനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടത് അലാ ഫഹ്മി സഹാബ. ആ മുഹമ്മദുർ റസൂലുള്ളാഹി പരിശീലനം കൊടുത്തിരിക്കുന്ന സഹാബാക്കളെ എന്താണോ ദീനിന്റെ വിഷയത്തിൽ മനസ്സിലാക്കി അമൽ ചെയ്തത്, ആ രീതി അനുസരിച്ച് വേണം നിങ്ങൾ അമൽ ചെയ്യാൻ. നിസ്സാരമാണോ വിഷയം? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബാക്കളെയും ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുകാർക്ക് ഒരു കാരണവശാലും അവഗണിക്കാൻ പറ്റുകയില്ല. ദീനുൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്തവർക്ക് അവഗണിക്കാം. അവർക്ക് മുഹമ്മദുർ റസൂലുള്ള വിഷയമല്ല, അസ്ഹാബ് റസൂലിന്റെയും വിഷയമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് എന്ത് തോന്നിയവാസം പറയാനും അവർക്ക് മടിയുണ്ടാകുകയില്ല. കാരണം മുഹമ്മദി റിസാലത്തിനെ അല്ല അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുള്ള അമലിന് മാതൃകയായിട്ട് കാണുന്നത്. മുഹമ്മദുർ റസൂൽ അനുസരിച്ചുള്ള അമലിന് അസ്ഹാബ് റസൂലില്ലാഹി അവർ തീരെ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അസ്ഹാബ് റസൂലില്ലാഹയെ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന, മോശമായ രീതിയിൽ സംസാരിക്കുന്ന അവർ ദീനുൽ ഇസ്ലാമിന് തികച്ചും അന്യമാണ്. അവരെ മുസ്ലിം എന്ന് പറയാൻ നിവൃത്തിയില്ല. എന്താ കാര്യം? അസ്ഹാബ് റസൂലിന്റെ മുഹമ്മദി റിസാലത്തിന്റെ റോൾ മോഡലാണ്. മുഹമ്മദുർ റസൂലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ മോഡലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുള്ള അമലിന്റെ മോഡലാണ്. ഇത് മൂന്നും മാറ്റി നിർത്തിക്കൊണ്ട്, അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എന്താണ് പ്രമാണം എന്ന് പറഞ്ഞിടത്ത് മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് അലാ ഫഹ്മി സഹാബ. എന്താണ് പ്രമാണം? ഒരു കാര്യം ദീനാകണമെങ്കിൽ അതിന് പ്രമാണം യോജിച്ചു വരണം. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് മാ ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞ വിഷയമാണ്. രണ്ട് വമാ ഖാല റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് പറഞ്ഞതാണ്. മൂന്നാമത്തത് അമലു സഹാബ, റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ അമൽ ചെയ്തത് എന്താണോ അതാണ്. ഈ മൂന്ന് പ്രമാണങ്ങളെ വെച്ചുകൊണ്ട് മാത്രമേ ദീനുൽ ഇസ്ലാമിനെ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹിയെ അല്ലാഹു സെലക്ട് ചെയ്തതാണ്. ഖുർആന്റെ പ്രയോഗം തന്നെ എന്താണ്? മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും. അവിടെ അല്ലാഹു തആല മുഹമ്മദിനെ പരിചയപ്പെടുത്തി തരുന്നത് റസൂലുള്ളാഹ് എന്ന അഡ്രസ്സിലാണ്. ആമിനാന്റെ മോൻ മുഹമ്മദ്, അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ്, ഖുറൈശി തറവാട്ടിലെ മുഹമ്മദ് എന്നല്ല അള്ളാഹ് പരിചയപ്പെടുത്തി തരുന്നത്. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദിനെ അള്ളാഹ് പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച അഡ്രസ്സ് റസൂലുള്ളാഹ് എന്നാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹ്. വേറെ ആയത്ത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിനെ പരിചയപ്പെടുത്തി തരുന്നത് റസൂൽ എന്ന അഡ്രസ്സിലാണ്.
ഒമാ മുഹമ്മദുൻ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി അല്ല, ഇല്ല റസൂലുൻ, റസൂൽ അല്ലാതെ മറ്റാരുമല്ല. പൂർണ്ണമായും പരിശുദ്ധ ഖുർആന്റെ നസ്സ് കിട്ടി. ഒരു കാരണത്താലും ചിലത് എന്ന വാക്കിന് അർത്ഥം കിട്ടുന്നേ ഇല്ല. ആ റസൂലിന്റെ സുഹബത്തിൽ ഖിയാമത്ത് നാൾ വരെ ദീനുൽ ഇസ്ലാമിനെ പ്രായോഗികമാക്കേണ്ടത് എങ്ങനെയാണ്? അലാ ഫഹ്മി സ്വഹാബ, സ്വഹാബാക്കൾക്ക് മനസ്സിലായ രീതി അനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യക്തിപരമായി ഒരുപാട് സ്നേഹിച്ചു. ആ സ്നേഹത്തെ അല്ലാഹു തആല വല്ലാണ്ടങ്ങ് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുമായി ആദർശപരമായി തർക്കിച്ചവരെ അത്ര പെട്ടെന്നല്ല കൈകാര്യം ചെയ്തോളണമെന്നില്ല. അള്ളാഹുമായി ആദർശപരമായ ചർച്ചകളും ആദർശപരമായ തർക്കങ്ങളും അള്ളാഹുവിന്റെ വ്യത്യസ്ത കാര്യങ്ങളെ, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തർക്കിക്കുകയോ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹിനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ വെറുതെ വിട്ടെന്നും വരും, വാപ്പാക്കി കൊടുത്തെന്നും വരും, സൃഷ്ടിച്ചെന്നും വരും. പക്ഷെ മുഹമ്മദുർ റസൂലുള്ളാഹിയായിട്ട് കളിച്ചവരെ അള്ളാഹു വെറുതെ വിടുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ റസൂലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫാന്റെ മനസ്സിനെ നോവുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ വളരെ കടുകടുത്ത രീതിയിലാണ് അല്ലാഹു തആല അവരോട് പെരുമാറിയതായിട്ട് ചരിത്രം സാക്ഷിയാകുന്നത്. നമുക്ക് ഉദാഹരണം എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം 3 വർഷക്കാലം തർബിയത്തിന്റെ കാലഘട്ടമായിരുന്നു. ഈ തർബിയത്തിന്റെ കാലഘട്ടത്തിലാണ് അഷ്റഫുൽ ഖൽക്കിന്റെ സ്വന്തത്തിന് ആവശ്യമായ നിബിതങ്ങളുടെ ആത്മാവിനും തടിക്കും കൽബിനും ആവശ്യമായ തർബിയത്ത് അല്ലാഹു തആല കൊടുക്കുന്നത്. ഉദാഹരണത്തിന് യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്കിന് കൊടുക്കുന്ന തർബിയത്താണത്, വ്യക്തിപരമായ തർബിയത്ത്. ഓ മുസമ്മിലായ നബിയെ, രാത്രി സമയത്ത് എഴുന്നേറ്റിട്ട് നിസ്കരിക്കാൻ തുടങ്ങണം. 5 വഖ്ത് നിസ്കാരത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് പല നിസ്കാരങ്ങളും നിർവഹിക്കുമായിരുന്നു. ളുഹ നിസ്കരിക്കുമായിരുന്നു, തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു, അതും കഅബാലയത്തിൽ വെച്ച് തന്നെ നിസ്കരിക്കുമായിരുന്നു. ഇബ്രാഹിമി സുന്നത്തനുസരിച്ച് നിസ്കാരമുണ്ട്, ഖുറൈശികൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തുമാരൊക്കെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരുന്നു. അവരെ നിസ്കാരത്തെ പറ്റിയല്ലേ അള്ളാഹ് പറഞ്ഞത്, കൂട്ടരെ മാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുഖഅൻ വ തസ്ദിയ. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തുമാരുടെ നിസ്കാരം വെറും ചൂളം വിളിയും പിന്നെ വെറും കൈയടിക്കലും കൊട്ടലും പാട്ടലും മാത്രമാണ്. കളിയാക്കി പറഞ്ഞില്ലേ അല്ലാഹു തആല. കാരണം ഇബ്രാഹിമി മില്ലത്തിൽ നിന്നും സുന്നത്തിൽ നിന്നും വേർതിരിഞ്ഞ് മൗലാനമാരും ശൈഖുനമാരും പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ തുടങ്ങി അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തുമാര്. അപ്പൊ അല്ലാഹു തആല നിസ്കാരത്തെ കളിയാക്കി. നമ്മളൊക്കെ നിസ്കരിക്കുന്ന പോലെ തന്നെ മുഹമ്മദി റിസാലത്ത് വിട്ടിട്ട് ഇമാമിങ്ങളും ഉസ്താദുമാരും പറയും പോലെ നിസ്കരിക്കാൻ തുടങ്ങി. ആ നിസ്കാരത്തെ പറ്റിയാണ് അല്ലാഹു തആല കളിയാക്കി പറഞ്ഞത്. നിസ്കാരമാകണമെങ്കിൽ എന്താണ് ഷർത്ത്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് കണ്ടത് അതേപോലെ നിസ്കരിക്കണം. കണ്ടതാരാണ്? സഹാബാക്കൾ. സല്ലു, നിങ്ങൾ നിസ്കരിക്കുക, കമാ റഅയ്തുമൂനി, നിങ്ങൾ എങ്ങനെയാണോ എന്നെ കണ്ടത്, ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നതായിട്ട് കണ്ടതാരാണ്? സഹാബാക്കൾ. നമ്മളാണോ? നമ്മൾ കണ്ടതുപോലെ നിസ്കരിക്കണമെന്നാണോ പറഞ്ഞത്? സഹാബാക്കൾ കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നത്. ആ സഹാബാക്കൾ ഒരു 100 ആണ്ട് കാലം നിസ്കരിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നിസ്കരിച്ചോണം. ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെയല്ലേ ചെയ്തു? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു, എല്ലാവരും കാണത്തക്ക വിധത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുദു ഉണ്ടാക്കാൻ തുടങ്ങി. മുൻകൈ കഴുകി, മിസ്വാക്ക് ചെയ്തു, മുഖം കഴുകി, കൈ കഴുകി, തലയും ചെവിയും തടവി, കാല് കഴുകി, എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് റസൂലുള്ളാഹി വുദു ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്. എത്ര നല്ല റോൾ മോഡലാണ് സഹാബാക്കൾ. സഹാബാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വർഷക്കാലത്തെ തർബിയത്തിന് ശേഷം ദഅവത്തിന്റെ ഉത്തരവ് വന്നു. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. സ്വന്തം തർബിയത്തും പരിശീലനമൊക്കെ കഴിഞ്ഞു മുഹമ്മദ് നബിയെ, നിങ്ങൾ എഴുന്നേൽക്ക്, നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്ക്, നിങ്ങൾ ദഅവത്ത് ചെയ്യും, മുന്നറിയിപ്പ് കൊടുക്ക്, ഇൻദാർ ചെയ്യും, മുന്നറിയിപ്പ് കൊടുക്ക്. എന്താണ് മുന്നറിയിപ്പ്? ആ മുന്നറിയിപ്പ് തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും ചെയ്ത മുന്നറിയിപ്പ്. നൂഹ് നബിനെ റസൂലാക്കി അയച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം.
കടുകടുത്ത ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങളെ കൗമിന് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. മുഹമ്മദ് നബിയെ, നൂഹ് നബിയെ, ഇതേ വാക്യനാണ് റസൂലുള്ളാഹിനോടും പറഞ്ഞത്. കും ഫഅൻദിർ. ഏത് കാര്യത്തിലെ മുന്നറിയിപ്പ്? നിസ്കരിക്കാത്ത ശിക്ഷയോ, നോമ്പ് നോക്കാത്തതിന്റെ ശിക്ഷയോ, ഹജ്ജ് ചെയ്യാത്തതിന്റെ ശിക്ഷയോ, ഏത് കാര്യത്തിലെ സിന ചെയ്തതിന്റെ ശിക്ഷയോ, കള്ളു കുടിച്ചതിന്റെ ശിക്ഷയോ, ആരെയോ കൊന്നതിന്റെ ശിക്ഷയോ? ഇത്തരം വിഷയത്തിനാണോ മുന്നറിയിപ്പ് കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന? ഈ ചെയ്തതെല്ലാം പുറത്തു വിട്ടാൻ വേറൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, അതിനാണ് മുന്നറിയിപ്പ്. അതെന്താണ്? ജാറങ്ങളെ ഒഴിവാക്കുക. ഹബ്ലുൽ അഅ്ല മുതൽ 300 ചില്ലുവാൻ ജാറങ്ങൾ കഅബാലയത്തിന് ചുറ്റും ഖുറൈശ് ഖുസൈന്റെ മക്കൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ ജാറങ്ങളെ എല്ലാം അള്ളാഹുവിലേക്ക് എത്താൻ വസീലയാക്കിയിട്ടുണ്ട്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഈ മഹാന്മാരെ ഞങ്ങൾ അന്വേഷിക്കുന്നത്. അത് അവർ തന്നെ പറഞ്ഞ വിഷയമാണ്. ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്. ഈ വദ്, സുവാഗ്, യഊഖ്, നസ്ർ, അതേപോലെ തന്നെ ഹുബ്ലുൽ അഅ്ല, അതേപോലെ തന്നെ മനാത്ത, അതേപോലെ തന്നെ വദ്, സുവാഗ്, ഈ പറയപ്പെട്ടവർക്കെല്ലാം ജാറമുണ്ട് കഅബാലയത്തിന് ചുറ്റും. ഒരു 500 കൊല്ലത്തിന് ഇപ്പുറത്ത് വന്ന ജാറം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഏതാണ്ട് ഒരു 3500-4000 കൊല്ലം വരെ അങ്ങനത്തെ ഒരു പരിപാടിയും കഅബാലയത്തിന് ചുറ്റും ഉണ്ടായിട്ടില്ല. ഖുസൈന്റെ കാലത്തിന് ശേഷമാണ് അത്തരം പരിപാടി സിറിയക്കാരിൽ നിന്ന് കണ്ടതനുസരിച്ച് ഖുസൈ ചെയ്തത്. ഖുസൈ അഷ്റഫുൽ ഖൽഖിന്റെ 5ാമത്തെ ഉപ്പാപ്പ. സാവധാനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് അഥവാ ഖുറൈശി കൂട്ടം സാവധാനത്തിൽ അള്ളാഹുവിനോടൊപ്പം ഔലിയാക്കളും എന്ന ആ ധാരയിലേക്ക് നീങ്ങി. അതിനെ മുന്നറിയിപ്പ് കൊടുക്കാനാണ് മുഹമ്മദ് മുസ്തഫ റിസാലത്ത് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ കള്ള കുടിച്ചോലിക്കും, സിന ചെയ്തോലിക്കും, പലിശ കൊടുത്തോലിക്കും ശിക്ഷ പറയാനായിരിക്കും. ഇല്ല, ഇതെല്ലാം പുറത്തു കിട്ടാനുള്ള ഷർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്താക്കലാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അന്ന ഈസാ റസൂൽ അബ്ദുല്ലാഹി വ റസൂലുഹു റൂഹുൻ മിൻ വ കലിമത്തുൻ അൽഖാഹ ഇലാ മറിയം വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ. ഇവരൊന്നും അമലുകളെ പറ്റിയല്ല ചർച്ച. നിസ്കരിക്കാൻ, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, കള്ളൂടി ഒഴിവാക്കുക, സിന ഒഴിവാക്കുക, പലിശ ഒഴിവാക്കുക, ഈ അമലുകളെ പറ്റിയല്ല ചർച്ച മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയറാക്കുക. അതായത് അള്ളാന്റെ ഉലൂഹിയത്ത് സമ്മതിച്ചു കൊടുക്കുക. ഇതുവരെ റുബൂബിയത്ത് മാത്രമേ സമ്മതിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന കാര്യത്തിൽ അബൂജഹലിന് ഒരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് ബദറിലേക്ക് പോകുമ്പോൾ കഅബാലയത്തിൽ ചെന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തത്. കാരണം ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ്, ഈ തങ്ങന്മാരിൽ നിന്നല്ല എന്ന് അബൂജഹൽ വിശ്വസിക്കുന്നു. അതേ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് പോരാ, ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ. അതാണ് ഉലൂഹിയത്ത്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റേത് ലാ റബ്ബ ഇല്ലല്ലാഹ്. അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ലാ റബ്ബ ഇല്ലല്ലാഹ്, അള്ളാഹു റബ്ബായതുകൊണ്ട്. അതിനാൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ. എന്തുകൊണ്ട്? അള്ളാഹു ഇലാഹ ആയതുകൊണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ചോദിച്ചപ്പോഴാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ തയ്യാറാണ്, അള്ളാഹ് മാത്രമാണ് ഇലാഹു എന്നത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല കൊടുത്ത ഓർഡർ ഈ വിഷയത്തിലാണ്. നിങ്ങൾ ഈ പോക്ക് പോയാൽ നിങ്ങൾ ഭയങ്കരമായ അപകടത്തിലാണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കരിച്ചിട്ടോ, നോമ്പ് നോക്കിയിട്ടോ, സക്കാത്ത് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ കഅബ പരിപാലിച്ചിട്ടോ, മസ്ജിദുൽ ഹറാം പരിപാലിച്ചിട്ടോ, അല്ലെങ്കിൽ മിനായിൽ ആജിമാർക്ക് വെള്ളം കൊണ്ട് കൊടുത്തിട്ടൊന്നും ഒരു ഫലവുമില്ല ഈ ജാറങ്ങളെ ഒഴിവാക്കുന്നത് വരെ. ഇതാണ് അഷ്റഫുൽ ഖൽഖിനോട് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞതാണ്. കും ഫഅൻദിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹിമഹുല്ലാഹയെ പോലെയുള്ള മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ അഷ്റഫുൽ ഖൽഖിന് അലി റളിയല്ലാഹു തആല അൻഹുവിലാണ് നിവേദനം. ഹദീസ് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം റസൂലുള്ളാഹി എന്നെ വിളിച്ചു. ഒരു ദിവസം റസൂലുള്ളാഹി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, എൻ്റെ കുടുംബക്കാരെ മുഴുവനും ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കണം, അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കണം. അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ, അതാണ് അഷ്റഫുൽ ഖൽഖിന്റെ നേർക്ക് നേരെയുള്ള കുടുംബം.
അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ അബൂ താലിബ്, ഹംസ, അബൂ ലഹബ്, അബ്ബാസ്, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാര്, അവരുടെ പേരക്കുട്ടികള്, ഇവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അലിയല്ലാഹുവിന് തയ്യാറായി ഒരാട്ടിനെ അറുത്ത് വീട്ടിൽ മനോഹരമായി നല്ല ഭക്ഷണം ഉണ്ടാക്കി ഖുറൈശിക്കൂട്ടത്തെ, അതായത് അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ബനു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി തങ്ങളുടെ നേരിട്ടുള്ള കുടുംബം, തങ്ങളുടെ ഗോത്രം ബനു ഹാഷിം. അത് പിന്നെ ഇതിൽ ബനു മുത്തലിബിനെ മാത്രം വിളിച്ചുകൊണ്ടൊരു സൽക്കാരം കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. സൽക്കാരമൊക്കെ കഴിഞ്ഞ് വെള്ളങ്ങളൊക്കെ കുടിക്കാൻ കൊടുത്ത് ഇച്ചിരി റെസ്റ്റൊക്കെ കൊടുത്ത് അഷ്റഫുൽ ഖൽഖ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പന്മാരുടെ കുടുംബക്കാരെ, ഞാൻ വളരെ ഗൗരവമുള്ളൊരു വിഷയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് ഖുറൈശി തറവാട്ടിൽ ഒരു ചെറുപ്പക്കാരനും ഇത്ര മനോഹരമായൊരു വിഷയവുമായിട്ട് വന്നിട്ടുണ്ടാകുകയില്ല. ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായൊരു വിഷയം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജീവിതം ഒരു ദിവസം തീരും. മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം. ജീവിതമാണ് വിജയിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പമാരോട് എനിക്കൊരപേക്ഷ ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു. എന്നെ അള്ളാഹു റസൂലാക്കി നിയോഗിച്ചിട്ടുണ്ട് ഈ വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നാളെ മരണത്തിന് ശേഷമുള്ള ജീവിതം ഭദ്രമാക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിശ്വാസത്തെ മാറ്റണം. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നതിനോടൊപ്പം ഔലിയാക്കളെയും ശൈഖന്മാരെയും മരിച്ചുപോയവരെയും നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഇടയാളുകളായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ചിലര് അള്ളാഹുവിന് പകരക്കാരായിട്ട് നിദ്ദൻ, ചിലര് അള്ളാഹ്ക്ക് പാർട്ട്ണർമാരായിട്ട് ശരീക്കൻ, ചിലര് അള്ളാഹ്ക്ക് ലഹീർ സഹായികളായിട്ട്, ചിലരെ അള്ളാഹു തആലക്ക് ശുപാർശകരായിട്ട് ഷഫീ ആയിട്ട്, ചിലരെ വസീൽ ഇടയാളുകളായിട്ട്. ഇത് മുഴുവനും ഒഴിവാക്കണം. അള്ളാഹു മാത്രം എന്ന് നിങ്ങൾ അംഗീകരിക്കണം. അതിന് അള്ളാഹ് പഠിപ്പിച്ചെന്നൊരു വാചകമുണ്ട്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഖുറൈശികൾക്ക് ഇതുവരെ ഇത് കേട്ട് ശീലമില്ല. ലാ റബ്ബ ഇല്ലല്ലാഹ് കേട്ടിട്ടേ ശീലമുള്ളൂ. ലാ ഇലാഹ കേട്ടിട്ട് ശീലമില്ല. അവർ മൗലാനമാര് ലാ ഇലാഹയെ ഒളിപ്പിച്ച് വെച്ച് ലാ റബ്ബ ഇല്ലല്ലാഹ് സുബൂത്താക്കി. 500 കൊല്ലത്തിൽ ഇപ്പുറത്ത് ഖുറൈശി തറവാട്ടുകാരുടെ രീതി അതാണ്. അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം അള്ളാഹു തന്നെയാണ്, വേറെ ആരടുത്തൊന്നും ഒന്നും കിട്ടുകയില്ല. ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് അവർ പറയുക. ആരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്? അവർ പറയും അല്ലാഹ്. എന്ത് ചോദിച്ചാലും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഖുറൈശികളെ മറുപടി അതാണ്. അതേ ഖുറൈശികളെ അനുയായികൾ ഇന്നുണ്ട്, കടുകടുപ്പക്കാര്. അവരോട് ചോദിച്ചാൽ അബൂജഹലിനേക്കാൾ കട്ടിയുള്ള മറുപടിയാണ് പറയുക. ആരാണ് കാര്യങ്ങൾ നടത്തുന്നത്? അതൊരു മടവൂർക്കാരൻ മുസ്ലിയാരാണെന്ന് പറയും. എത്ര ലജ്ജാകരമാണ് കാര്യം, എത്ര ഭയാനകമാണ് കാര്യം. അബൂജഹൽ ഉത്ബത്ത് ശൈബത്തിനേക്കാൾ നേരത്തെ നരകത്തിലേക്ക് പോകേണ്ടവർ. കാരണം അബൂജഹൽ ശൈബത്ത് ഒരിക്കലും അള്ളാഹുവിന്റെ റുബൂബിയത്ത് ഈ പറയുന്ന ഔലിയാക്കൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അള്ളാഹ് റബ്ബ് തന്നെ, അള്ളാഹു ആണ് റബ്ബ്. പക്ഷെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഈ മഹാന്മാരാന്നേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരുന്നത് ഈ മഹാന്മാരാണ്. ഖുറൈശികളെ വിശ്വാസം. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്, ഖുറൈശിക്കൂട്ടത്തിന്റെ ശിർക്ക് അഹ്വനു, അത് ഏറ്റവും മയമാണ്. ഈ കാലഘട്ടത്തിലെ ഈ കാലഘട്ടത്തിലുള്ള സമൂഹത്തിന്റെ ശിർക്കിനേക്കാൾ വളരെ ലോലമാണ് ഖുറൈശി തറവാട്ടുകാരുടെ ശിർക്ക് എന്ന് ശൈഖുൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞപ്പോൾ അത് തീരെ സഹിക്കാതെ പോയത് അബൂലഹബിനാണ്, മൂത്താപ്പ അബൂലഹബിന്. എന്നിട്ട് അസ്ഹബുലൊക്കെ ചോദിക്കുന്നുണ്ട് ആ സദസ്സിനോട്, ഈ വിഷയത്തിൽ എന്നെ സഹായിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെ കൊണ്ട് കഴിയും? ഈ കാര്യം ദഅവത്ത് ചെയ്യാൻ, ഇത് നാട്ടുകാരോട് പറയാൻ, ഇത് സമൂഹത്തോട് ദഅവത്ത് ചെയ്യാൻ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കുടുംബം എന്നുള്ള നിലക്ക് ആരാണ് സഹായിക്കാൻ? ആരും മിണ്ടുന്നില്ല. വളരെ മൗനം, ഗൗരവമുള്ള മൗനം. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അന്ന് 10-12 വയസ്സാണ്. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്, ഞാൻ സഹായിക്കാം നിങ്ങളെ. റളിയല്ലാഹു തആല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ഞാൻ ഹംസയുടെയും അബ്ബാസിന്റെയും മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്ത് നല്ലൊരു ഭാവമാറ്റമുണ്ട്. എന്തോ അനുകൂലമായി പറയണമെന്ന് അവർക്കുണ്ട്. പക്ഷെ അവർക്ക് ധൈര്യം കിട്ടുന്നില്ല. കടാകടിയന്മാര് വേറെ ഇരിക്കുന്നുണ്ട്. അതിനാൽ ഈ കൂട്ടത്തിൽ നിന്നാണ് അബൂലഹബ് എഴുന്നേറ്റിട്ട് പറഞ്ഞത്, ഓ മുഹമ്മദ്, വിഡ്ഢി, അലി ഹാദാ ജമഅതനാ,
വളരെ പരസ്യമായിട്ട് ചീത്ത പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. പരസ്യമായിട്ട് അസഭ്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അലിഹാദാ ജമഅതന, നീ ഞങ്ങളെ പൂർവികന്മാരെ കൊച്ചാക്കുകയാണോ? ഞങ്ങളെ മഹാന്മാരെ തള്ളിപ്പറയുകയാണോ? ഞങ്ങളെ ഉപ്പുപ്പുമാരെ തള്ളിപ്പറയുകയാണോ? ഞങ്ങളെ പാരമ്പര്യം തകർക്കുകയാണോ? ഞങ്ങളെ പൂർവിക വേദത്തെ നശിപ്പിക്കുകയാണോ? ഞങ്ങളെ ഉപ്പുപ്പുമാരിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിയ ദീൻ നീ പകർച്ച വരുത്തുകയാണോ? എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? തോന്നിയവാസി. ഇതും പറഞ്ഞിട്ട് അബൂലഹബ് ഇറങ്ങിപ്പോയി. സദസ്സ് പിരിഞ്ഞു. അള്ളാഹു അവന്റെ ദർബാറിൽ കുറിച്ചിടുകയാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ മനസ്സിനെ നോവിച്ച അബൂലഹബിനെ. നാളുകൾക്ക് ശേഷം അഷ്റഫുൽ ഖൽക്ക് സഫാ മലന്റെ മുകളിലേക്ക് കയറി. സഫാ മല എന്ന എല്ലാവർക്കും കാര്യങ്ങൾ പറയാനുള്ള മലയാണ്. എന്തെങ്കിലും വിഷയം അനൗൺസ് ചെയ്യാനുണ്ടെങ്കിൽ സഫാ മലന്റെ മുകളിൽ കയറിയിട്ടാണ് പറയുക. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഫാ മലന്റെ മേലെ കയറിയിട്ട് ഉറക്ക വിളിച്ചു, യാ കഅബ് ബിൻ മുറ, മുറത്തിന്റെ മകൻ കഅബിന്റെ മക്കളെ, യാ ബനി കഅബ്, ഓ കഅബിന്റെ സന്താനങ്ങളെ, ഓ ബനി ഖുസൈ, ഓ ഖുസൈന്റെ സന്താനങ്ങളെ, ഓ ബനി മുറ, മുറത്തിന്റെ കുടുംബാംഗങ്ങളെ, ഓ ബനി ഹാഷി അബ്ദുമനാഫ്, ഓ അബ്ദുമനാഫിന്റെ കുടുംബമേ, ഓ ബനി അബ്ദുൽ മുത്തലിബ്, ഓ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബമേ, പെട്ടെന്ന് വാ, എനിക്കൊരു ഗൗരവമുള്ള വിഷയം പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൈക്കോളജിക്കലായിട്ടാണ് ദഅവത്ത് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പറയേണ്ട താമസം എല്ലാവരും മലയുടെ ചോട്ടിൽ ഒരുമിച്ച് കൂടി. കാരണം ഇന്നലെ വരെ അൽ അമീനാണ് മുഹമ്മദ്, ഇന്നലെ വരെ സത്യസന്ധനാണ് മുഹമ്മദ്, ഇന്നലെ വരെ ബുദ്ധിമാനിൽ ബുദ്ധിമാനാണ് മുഹമ്മദ്, ഇന്നലെ വരെ യോഗ്യരിൽ യോഗ്യരാണ് മുഹമ്മദ്. ആ മുഹമ്മദ് വിളിച്ചാൽ ഉത്തരം ചെയ്യാതിരിക്കാൻ ഖുറൈശികൾക്ക് കഴിയില്ല. സഫാ മലയുടെ ചോട്ടിൽ ഒരുമിച്ച് കൂടിയ കുടുംബക്കാരോട് റസൂലുള്ളാഹി തങ്ങൾ തുടങ്ങുകയാണ് ഹംദും സലാത്തിനും ശേഷം, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഈ പർവ്വതത്തിന്റെ പിറകിൽ ഒരു പറ്റം കുതിരപ്പടയാളികൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഖാലൂ നഅം, തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദ്. മാ ജറബിനാക കാദിബ, ഇന്ന് വരെ കളവ് പറഞ്ഞതായിട്ടൊരു തെളിവ് ഞങ്ങൾക്കില്ല. ഇന്ന് വരെ സത്യമല്ലാതൊരു കളവ് നീ ഉപയോഗിച്ച സംഭവം ഞങ്ങൾക്ക് പരീക്ഷണത്തിലില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കും. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം പറയാനാണ് ഞാൻ മുതിരുന്നത്. എന്താണ് മുഹമ്മദ്? പറ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങിന്ന് അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. സുബ്ഹാനല്ലാഹ്. സമൂഹം ഇളകി മറിഞ്ഞു. ആരും മിണ്ടാൻ തയ്യാറായില്ല, പ്രതികരിക്കാനും തയ്യാറായില്ല, മുട്ടയെറിയാനും തയ്യാറായില്ല, സ്റ്റേജ് വലിക്കാനും തയ്യാറായില്ല. ഒരാളൊഴികെ, അബൂലഹബ് ഒഴികെ. എന്താ കാര്യം? അബൂലഹബ് കഅബാലയത്തിലെ പൂജാരിയാണ്, ശൈഖുനയാണ്. കഅബാലയത്തിൽ വരുന്നവർക്കൊക്കെ ഇലാ ഹളറത്തി വിളിച്ചിട്ട് ശൈഖന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ജോലി അബൂലഹബിനാണ്. ആ ദർഗയിലേക്ക് വരുന്ന നേർച്ച പൈസ കൊണ്ട് കോടീശ്വരനായത് അബൂലഹബാണ്. 2 കൊല്ലത്തേക്ക് ഈ 2 കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുക്കലാണ് പതിവ്. മക്കാമ് ദർഗ, ആ പാട്ടത്തിന് ആ സീസണിൽ അബൂലഹബിന്റെ പാട്ടമാണ്. 2 കൊല്ലത്തേക്ക് പാട്ടം. ആ 2 കൊല്ലം കിട്ടുന്നത് വരുമാനം മുഴുവനും അബൂലഹബിനുള്ളതാണ്. ഈ രീതികൾ കഅബാലയത്തിലെ 300 ചില്ലാൻ ജാറങ്ങളിലേക്ക് വന്നിട്ട് ഇലാഹ നടത്തി പറഞ്ഞ് ആവശ്യം പൂർത്തിയാക്കി കൊടുക്കാൻ നേതൃത്വം വഹിക്കുന്ന പൂജാരിയാണ് അബൂലഹബ്. ആ കെയർ ഓഫിൽ കോടികളാണ് സമ്പാദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അബൂലഹബിന് സഹിക്കൂല. മുഹമ്മദ് ഈ പറയുന്ന ദൗത്യം ജയിച്ചാൽ ജാറം പൂട്ടേണ്ടി വരും. ഇന്നും അത് തന്നെയല്ലേ സ്ഥിതി? ഇന്നും ദൈവത്തിന്റെ ശക്തികളോട് ശിർക്കിന്റെ അഹ്ലുകാർ കാണിക്കുന്ന ക്രൂരത, അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കേന്ദ്രമായ ജാറം, അതെങ്ങാനും ജനം തിരിഞ്ഞുപോയാൽ അപകടമാണ് എന്ന് അന്നത്തെ അബൂജഹലിന്റെ അതേ പിൻഗാമികളിലെ ഇന്നത്തെ ചില ഖത്തീബുമാര്, മുദല്ലിസുമാര്, ഖാദിമാര്, അവരൊക്കെ മിമ്പറിനെ കൈപിടിച്ചുകൊണ്ട് പറയുന്നത്, വഹാബികൾ പറയുന്നത് കേൾക്കരുത്, ഈ ഔലിയാക്കളെ വിട്ടാൽ രക്ഷയില്ല. അന്ന് അബൂലഹബ് പറഞ്ഞതും അബൂജഹൽ പറഞ്ഞതും അതിനേക്കാൾ മയമായ വാക്കായിരുന്നില്ലേ കൂട്ടരെ? എന്തേ താരതമ്യപ്പെടുത്തി കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ബഹുസ്വരത തടയുന്നു അല്ലേ? ഒപ്പിക്കബിൾ പരിപാടി തടയുന്നു അല്ലേ? മതസൗഹാർദ്ദം വിലങ്ങായി നിൽക്കുന്നു അല്ലേ? രാഷ്ട്രീയ സൗഹാർദ്ദം വിലങ്ങായി നിൽക്കുന്നു അല്ലേ? കല്യാണ സൗഹാർദ്ദം വിലങ്ങായി നിൽക്കുന്നു അല്ലേ?
മനസ്സിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ ദുരന്തം ചില്ലറയായിരിക്കുകയില്ല, വരാനിരിക്കുന്ന ദുരന്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കെട്ടുകെട്ടിത്ത ഭാഷയിൽ അബൂലഹബ് പ്രതികരിച്ചു. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അസ്ഹബുൽ ഹഖിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അബൂലഹബ്, തബ്ബൻ ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് തോന്നിയവാസി, നശിച്ചു പോട്ടെ നീ. നൂറുകണക്കിന് ആൾക്കാർക്കിടയിൽ അസ്ഹബുൽ ഹഖിനെ ചീത്ത പറഞ്ഞു. ഹബീബിന് സഹിച്ചില്ല, ഹബീബിന്റെ മനസ്സ് നൊന്തു. അതിനേക്കാൾ വലിയ ക്രൂരതകൾ വീണ്ടും ചെയ്തിട്ടില്ലേ അബൂലഹബ്? അസ്ഹബുൽ ഹഖിന്റെ മകൻ അബ്ദുള്ള മരിച്ചു. മരിച്ച സന്ദർഭത്തിൽ ഖുറൈശി കൂട്ടത്തിൽ അനൗൺസ് ചെയ്തു, അബൂലഹബ് മുഹമ്മദിന്റെ വാലറ്റിരിക്കുകയാണ്, മുഹമ്മദിന്റെ വാലറ്റിരിക്കുകയാണ്, മുഹമ്മദ് അബുത്തറായിരിക്കുകയാണ്. ബത്തറ മുഹമ്മദ്, ബത്തറ മുഹമ്മദ്. മക്കയിലുടനീളം വിളിച്ചുകൊണ്ട് അബൂലഹബ് ഓടി മുഹമ്മദിന്റെ വാലറ്റു. അസ്ഹബുൽ ഹഖിന്റെ പൊന്നുമോൻ അബ്ദുള്ള മരിച്ചതിൽ ആഘോഷിച്ചു അബൂലഹബ്. ചെയ്തില്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ 2 പെൺമക്കളുണ്ട്, റുഖയ്യയും ഉമ്മു കുൽസൂം. അബൂലഹബിന് 2 ആമക്കളുണ്ട്, ഉത്ബയും ഉത്തൈബയും. ആ 2 ആൺമക്കളല്ലേ നേരത്തെ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഒരു ലോകത്തിലല്ലേ, കുടുംബക്കാര് ഭയങ്കര ഇഷ്ടത്തിലല്ലേ അസ്ഹബുൽ ഹഖിന്റെ 2 പെൺമക്കളെ കെട്ടിയത് അബൂലഹബിന് 2 ആമക്കളല്ലേ. വളരെ ക്രൂരമായ രീതിയിൽ ആ 2 പെൺമക്കളെ 2 മക്കളെ കൊണ്ട് തലാഖ് ചൊല്ലിപ്പിച്ചു അബൂലഹബ്. അസ്ഹബുൽ ഹഖിന്റെ നോവ് ചില്ലറയല്ല. ഇതൊക്കെ കുടുംബകാര്യങ്ങൾ അറിയുന്നവർക്കേ അറിയുള്ളൂ കൂട്ടരെ. മക്കളും കുടുംബവും ഭാര്യയും പിയാപ്പളിയും പുറ്റാറൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയും, കാര്യങ്ങൾ മനസ്സിലാവാൻ വരും. അല്ലാത്തവർക്ക് എന്ത് മനസ്സിലാവാൻ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്. ഉത്തുബയും ഉത്തൈബയും അസ്ഹബുൽ ഹഖിന്റെ മക്കളെ തലാഖ് ചൊല്ലി. ഹബീബിന് താങ്ങാൻ കഴിയാത്തതായിരുന്നു, അത് താങ്ങാൻ കഴിയാത്തതായിരുന്നു. സ്നേഹിച്ച മക്കൾ, ആ മക്കളെ അവരെ കെട്ടിയ പുതിയാപ്പിള്ളേരെന്തോ പറഞ്ഞ് കാരണം പറഞ്ഞ് തലാഖ് ചൊല്ലിയാൽ ആ ഉപ്പാക്കുണ്ടാകുന്ന വേദന അതനുഭവിച്ചവർക്കേ മനസ്സിലാകുകയുള്ളൂ, അതനുഭവിച്ചവർക്ക് അതിൻ്റെ ഗൗരവം അറിയുള്ളൂ. അസ്ഹബുൽ ഹഖ് വല്ലാണ്ട് നൊന്തു. സഹിക്കുന്നതിൽ കവിഞ്ഞായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നത്തിൽ ഇടപെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹനെ ചീത്ത പറഞ്ഞ കാര്യത്തിൽ, അല്ലാഹനെ എതിർത്ത കാര്യത്തിൽ, അല്ലാഹന്റെ ദീനുൽ ഇസ്ലാമിനെ എതിർത്ത കാര്യത്തിൽ, ആദർശത്തെ എതിർത്ത കാര്യത്തിൽ, റുബൂബിയ്യത്തിനെ നിഷേധിച്ച കാര്യത്തിൽ, ഉലൂഹിയത്തിനെ നിഷേധിച്ച കാര്യത്തിൽ സാവധാനത്തിലായിരുന്നു അല്ലാഹു തആല നടപടിയെടുത്തത്. ചിലർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ട് അവരെ തിരിച്ചെടുത്തു. വൈശിയെ പോലെ, ഹംസയെ പോലെ, ഉമർ ബിൻ ഖത്താബിനെ പോലെ, അബൂ സുഫിയാനെ പോലെ ഇവരെല്ലാം കെട്ടുകെട്ടുത്ത രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രബോധന മാധ്യമങ്ങളെ എതിർത്തവരായിരുന്നു, ചീത്ത പറഞ്ഞവരായിരുന്നു. അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തു, അവർക്കൊക്കെ ഇസ്ലാമിലേക്ക് പ്രവേശനം കൊടുത്തു, നമുക്കറിയാമല്ലോ. എന്നാൽ അഷ്റഫുൽ ഖൽക്കിന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെട്ടവരെ അല്ലാഹു തആല വെറുതെ വിട്ടില്ല. ഓരോന്നായിട്ട് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്ന് വന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അഷ്റഫുൽ ഖൽക്ക് ദാറുൽ അർഖമിൽ ദുഃഖിതനാണ്, വിഷമത്തിലാണ്. അല്ലാഹു തആല പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. തബ്ബത് യദാ അബീ ലഹബ്. അബൂലഹബിന്റെ ശക്തി ക്ഷയിച്ചിരിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബ് ഐ ഖുവ്വതുഹു. അബൂലഹബിന്റെ സകല കാര്യങ്ങളും തകരാൻ പോകുകയാണ്. സമ്പത്തും മക്കളും തകരാൻ പോകുകയാണ്. ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ്. പോകുകയാണെന്നല്ല, തീർന്നു അവന്റെ കഥ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. തബ്ബ എന്ന് പറഞ്ഞാൽ തകര. ആദ്യത്തെ വാക്കിന്റെ മഅന തകരട്ടെ. തബ്ബത് യദാ അബീ ലഹബ്. രണ്ടാമത്തെ വാക്ക് വതബ്ബ്, തകരട്ടെ എന്നല്ല, തകർന്ന് കഴിഞ്ഞു. പറയുന്ന ആരാണ്? ഏതോ കഥാകാരനാ, സയന്റിസ്റ്റാ, നോവലിസ്റ്റാ, മഹാകവിയാ? അല്ലാഹ്. വിവരം കാട്ടുതീ പോലെ പരന്നു മക്ക മുക്കറമയിൽ. നാട്ടിലും വീട്ടിലെല്ലാം ഈ ദിവസം പറഞ്ഞു അബൂലഹബിനെതിരായിട്ട് മുഹമ്മദിന് ആയത്തിറങ്ങിയിട്ടുണ്ട്. സഹാബാക്കൾ ഇത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. അബൂലഹബ് ഈ വിഷയം അറിഞ്ഞു. കിങ്കരന്മാരവനെ അറിയിച്ചു. അബൂലഹബ് പ്രഖ്യാപിച്ചു, മുഹമ്മദിനും മുഹമ്മദിന്റെ അള്ളാഹ്ക്കും ഞാൻ കാണിച്ചു കൊടുക്കാം. മുഹമ്മദോട് പറഞ്ഞേക്ക്, ഞാൻ സമ്പാദിച്ച കോടികളുണ്ട് എൻ്റെ കയ്യിൽ, എനിക്കൊരുപാട് ഗുണ്ടകളുണ്ട്, എനിക്കൊരുപാട് അനുയായികളുണ്ട്. മുഹമ്മദ് യതീമാണ്, മുഹമ്മദ് ആയില് ദരിദ്രനാണ്, മുക്കാ പൈസക്ക് ഗതിയില്ലാത്തവനാണ്. ഞാൻ എൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് മുഹമ്മദിനെയും മുഹമ്മദിന്റെ അള്ളാഹിനെയും ഞാൻ തകർത്ത് കളയും.
ധിക്കാരം മൂത്ത അങ്ങനെയാ. ഉടൻ തന്നെ ആയത്ത് വന്നു, മാ അദിന അൻഹു മാലുഹു വമാ കസബ്. മാ അദിന അൻഹു മാലുഹു, വിഷമിക്കേണ്ട മുഹമ്മദ് നബി, അവൻ്റെ മുതൽ അവനിക്ക് ഉപകരിക്കുകയില്ല. വമാ കസബ്, അവൻ്റെ മക്കളും അവനിക്ക് ഉപകരിക്കുകയില്ല. ആ രീതിയിൽ ഞാൻ കാര്യങ്ങൾ നീക്കുന്നുണ്ട്, ധൈര്യമായിട്ടിരുന്നോളി. അവനെയും മാത്രമല്ല അവൻ്റെ ഭാര്യ ഉമ്മു ജമീലാനെയും ഞാൻ വിടൂല. അർവ, ആ സ്ത്രീയുടെ ഓമന പേരാണ്, കുഞ്ഞത്തലമാണ് ഉമ്മു ജമീൽ. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ അബൂലഹബിനെ കൂടുതൽ ഇടക്കി വിട്ടത് ഈ ഭാര്യയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ചില്ലുകളെ കൊണ്ടും കല്ലിന്റെ കഷ്ണങ്ങളെ കൊണ്ടും മറ്റും റസൂലുള്ളാഹി തങ്ങൾ എറിയുമായിരുന്നു. ആ സ്ത്രീ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങിയാൽ ചളി കോരി ദേഹത്തിലൊഴിച്ച് മലീമസമാക്കുമായിരുന്നു. അശബുലക്ക് മിണ്ടാതൊരു ഭാഗത്തോടെ അങ്ങ് പോകും. അത്ര അപകടകാരി സ്ത്രീ. അള്ളാഹു പറഞ്ഞു, സയസ്ലാ നാറ, ഈ ദുനിയാവിലെ ശിക്ഷയാണത്. നാളെ ആടെ എത്തിയാൽ വെറുതെ വിടൂല ഞാൻ അവിടെ. സയസ്ലാ നാറൻ, നരകത്തിലിട്ട് കരിക്കുക തന്നെ ചെയ്യും ഞാൻ. എങ്ങനത്തെ നരകം? ദാത്ത ലഹബ്, ജ്വാലകളുള്ള നരകം. ജ്വാല, ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല. അവനെ മാത്രമല്ല, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ. അല്ലാഹു തആല ആക്ഷേപിച്ച് പറഞ്ഞതാണ് ആ സ്ത്രീയെ. മുഹമ്മദിനെ എറിയാനും അടിക്കാനും ഉപയോഗിച്ച ഈത്തപ്പനയുടെ നാര് കൊണ്ടുള്ള വടിയും ആ കയറും അവളെ കഴുത്തിലിട്ടുകൊണ്ടായിരിക്കുന്ന ആളെ നരകത്തിലേക്ക് അവൾ പോകുക. അല്ലാഹു തആല പറഞ്ഞു. എന്താ സംഭവിച്ചത്? പറഞ്ഞു തീർക്കാൻ പെട്ടെന്ന്. നാളുകൾ കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് പോയി. അബൂലഹബും ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. ബദറിന്റെ സമയം വന്നു. അബൂജഹൽ ബദറിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അബൂലഹബിന്റെ വീട്ടിലേക്ക് പോയി. അബൂജഹൽ, അംർ ബിൻ ഹിഷാം അബൂലഹബോട് പറഞ്ഞു, ഞങ്ങൾ പുറപ്പെടുകയാണ്, നിങ്ങൾ വരണം. അബൂലഹബ് പറഞ്ഞു, എനിക്കിച്ചിരി വിഷമമുണ്ട്, ഞാൻ എൻ്റെ വക കുറച്ച് ആൾക്കാരെയും കുതിരകളെയും അയച്ചേക്കാം, എനിക്ക് വരാൻ പ്രയാസമുണ്ട്. അബൂജഹൽ കളിയാക്കി. അതെ, അബൂലഹബിൻ്റെ മനസ്സിൽ ചെറിയ പേടിയില്ലായികയില്ല. സംഗതി അപകടമാണ് എന്ന് മണത്തറിയുന്നു അബൂലഹബ്. ബദർ യുദ്ധത്തിന് പോയില്ല. അബൂജഹലും കൂട്ടരും അവിടെ ചത്തൊടുങ്ങി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സംഘം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്കും അബൂലഹബ് രോഗിയായി കിടക്കുകയാണ്, പനി പിടിച്ച് കിടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞത് അദസത്ത് എന്താണ് അതിന് പേര് വന്നിരിക്കുന്നത്, വസൂരി പോലെയുള്ള ഒരു തരം പൂക്കള ശരീരം മുഴുവനും. അദസത്ത് എന്നാണ് അറബിയിൽ അതിന് പറഞ്ഞിരിക്കുന്നത്. അത് വർദ്ധിക്കാൻ തുടങ്ങി, ചികിത്സിക്കാൻ തുടങ്ങി. ചികിത്സിച്ച് വിദേശത്തുനിന്ന് രാജ്യങ്ങളിൽ നിന്നും വൈദ്യന്മാർ വരാൻ തുടങ്ങി. അത് പഴുത്തു, അതിൽ നീരുകൾ പൊട്ടി, ക്രമേണ പുഴുക്കൾ വന്നു. ഉള്ള സമ്പാദ്യം മുഴുവനും ചികിത്സിച്ച് തീർന്നു. അവസാനം സമ്പത്തും വിൽക്കാൻ തുടങ്ങി. താരിഖിൻ്റെ ഉലമാക്കൾ എഴുതി, അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രം വരെ വിറ്റ് ചികിത്സിച്ചു. അവസാനം ഭാര്യ ഉമ്മു ജമീലായെയും വിറ്റു. എന്നിട്ടും മാറാതെ വന്നപ്പോൾ ഖുറൈശിക്കൂട്ടൻ യോഗം കൂടി. ആ യോഗത്തിൽ അവർ തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് നാട് കടത്തണം, അല്ലെങ്കിൽ അപകടമാണ്, ഇത് ശാപത്തിൻ്റെ രോഗമാണ്. അബൂലഹബിൻ്റെ ചീഞ്ഞു നാറിയ മരിക്കാത്ത ശവം ഈത്തപ്പനയുടെ മടലുകൾ കൊത്തിക്കൊണ്ടുവന്ന് അത് വാട്ടി അതിൽ പൊതിഞ്ഞ് ജബലു അബി ഖുബൈസിൻ്റെ മതിലുകൾക്കപ്പുറത്ത് തള്ളി. പിന്നെ ഒരിക്കലും അങ്ങോട്ട് ആരും പോയില്ല. എങ്ങനെ മരിച്ചു എന്നാർക്കും ഇന്നും അറിയില്ല. മയ്യത്തെന്തായി എന്ന് ഇന്നും ആർക്കും അറിയില്ല. ആ രീതിയിൽ അവിടെ മരിച്ച് ഉണങ്ങി പൊടിയായി ധൂളികളായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടുകെട്ടുത്ത രീതിയിൽ ആ ക്രൂരരെ ശിക്ഷിച്ചു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബോട് കാണിച്ച ഈ കെട്ടുകെട്ടുത്ത നടപടിക്ക് എന്താണ് കാരണം? അവന്റെ പ്രിയപ്പെട്ട ഹബീബിനെ വ്യക്തിപരമായി നോവിച്ചു എന്നത് തന്നെയാണ് കാരണം. ചരിത്രത്തിൽ നാം പിന്നെ കാണുന്നത് ആരെയെന്നറിയുമോ? ചേകന്റെ ഒരു മൗലവിയെയാണ്. അഡ്രസ് ഇല്ലാത്ത രീതിയിൽ ഏത് മലയിലാണ് പോയി ചത്തത് എന്ന് ആർക്കും അറിയില്ല. ഏത് മലയിലാണ് പൊടിയുള്ളതെന്ന് ആർക്കും അറിയില്ല. മലയായ മല മുഴുവനും തുറന്നിട്ടും ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. അബൂലഹബിന്റെ രണ്ടാം അനുയായി. ഇനി എത്ര അനുയായികളാണ് അഷ്റഫുൽ ഖൽക്കിന്റെ ചീത്ത പറയുന്നവരുടെ കൂട്ടത്തിൽ വരാനിരിക്കുന്നത്? ഹബീബിനെ ചീത്ത പറഞ്ഞവർ, ഹബീബിന്റെ പ്രിയപ്പെട്ട
കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിനെ കാഫിറാക്കിയവർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കിയവർ, ആയിഷാനെ തേവിടിശി എന്ന് വിളിച്ചവർ, അഫ്സാനെ തേവിടിശി എന്ന് വിളിച്ചവർ, ബഹുമാനപ്പെട്ട ഖദീജ ബീവിയിൽ അഷ്റഫുൽ ഖൽക്കിനുണ്ടായ 2 പെമ്മക്കള്, ആ പെമ്മക്കള് ഖദീജ റസൂലുള്ളാഹിന്റേതല്ല, ഖദീജക്ക് വേറെ ഭർത്താവിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയവർ, ആ കൂട്ടത്തിൽ ഇന്ന് വളരെ വീറോടെ പറയുന്ന ഇറാനിയൻ ഷിയാക്കൾ എവിടെ ചെന്നാണ് ഒടുക്കുക എന്ന് അബൂലഹബിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. നാം ഇനിയുമുണ്ട് മനസ്സിലാക്കാൻ. വരാനിരിക്കുന്ന കഥകൾ സാക്ഷിയാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ചരിത്രത്തെ തന്നെയാണ് സത്യം, മാലോകർ അപകടത്തിലാണ്. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വയുള്ളവരായി ജീവിക്കുക. അതിലൂടെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പരലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളെയും സ്വന്തമാക്കാൻ പരിശ്രമിച്ചു കൊള്ളുക. അതിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഷഹാദ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യത്തിന്റെ പോക്ക് അപകടമാണെന്ന് നാം മനസ്സിലാക്കുക, നാം ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിന്റെ ഇന്നത്തെ പോക്ക് അങ്ങോട്ടാണ്. ഖുറൈശികളെ വെല്ലുന്ന രീതിയിൽ, അബൂലഹബിനെയും അബൂജഹലിനെയും വെല്ലുന്ന രീതിയിൽ, ഉതുബത്തിനെയും ശൈബത്തിനെയും വലീദിനെയും വെല്ലുന്ന രീതിയിൽ, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ എത്രയോ 10 മടങ്ങ് വർദ്ധിച്ച രീതിയിലാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനുള്ളകത്തുള്ള ശിർക്കി ധാരകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ വളരെ കടുത്തതായിരിക്കുമെന്ന് നാം ഓർത്തുകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുമുണ്ട് ചരിത്രങ്ങൾ ഒരുപാട് പരിശുദ്ധ ഖുർആനെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു വന്ന അഷ്റഫുൽ ഖൽക്കിന്റെ വ്യക്തിത്വത്തെ കൈകാര്യം ചെയ്ത വലീദിന്റെ സംഭവമാണ് രണ്ടാമത്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വിശദീകരിക്കാം, അള്ളാഹു സമയം തന്നെങ്കിൽ, അവസരം തന്നെങ്കിൽ. ഹബീബിന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ, വ്യക്തിത്വത്തെ തകർക്കാൻ, വ്യക്തിത്വത്തെ തോന്നിവാസം പറയാൻ മെനക്കെട്ട ആളാണ് വലീദ് ബിൻ മുഗീറ. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നത് വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ചാണ്. നാം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ തർത്തീബാക്കി തന്നിരിക്കുന്നത് ഷഹാദത്തു സഹീഹാക്കാനാണ്. ഷഹാദത്ത് സഹീഹാക്കുക എന്ന് പറഞ്ഞാൽ 2 ഷഹാദയാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ, മറ്റേത് മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ള ഷഹാദ. ഈ 2 ഷഹാദ ക്ലിയർ ആണോ എന്ന് പരിശോധിക്കാൻ നിസ്കാരം ഫർളാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിലൂടെ ഷഹാദത്ത് ടെസ്റ്റ് ചെയ്യുകയാണ്. ഉടൻ തന്നെ സക്കാത്ത് ഫർളാക്കി, സക്കാത്തിലൂടെ ഷഹാദത്ത് ചർച്ച ചെയ്യുകയാണ്. ഉടൻ തന്നെ നോമ്പ് ഫർളാക്കി, നോമ്പിലൂടെ ഷഹാദത്ത് ചർച്ച ചെയ്യുകയാണ്, ടെസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ഇതാ ഹജ്ജ് ഫർളാക്കി, ആ ഹജ്ജിന്റെ നാളുകൾ വന്നിരിക്കുകയാണ്. അതിന്റെ തുടക്കം നാം ഇന്നലെ കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കുകയുണ്ടായി. ആദ്യമായി മീഖാത്തിൽ വെച്ച് ഹാജിയായ ആണിനെയും പെണ്ണിനെയും ഏത് രീതിയിലാണ് ഷഹാദത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റിൽ വിജയിച്ചവർ പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അവരോട് അല്ലാഹു തിരിച്ചു പറഞ്ഞു ലബ്ബൈക അബ്ദി വ സഅദൈക്. അല്ലാത്തവരോട് അല്ലാഹു പറഞ്ഞു ലാ ലബ്ബൈക വലാ സഅദൈക്, ഓടായി. പിന്നീട് ഈ ഹാജിയും ഹജ്ജുമ്മയും എത്തുന്നത് ഹജറുൽ അസ്വദിന്റെ മൂലയിലാണ്. ഇഹ്റാം ചെയ്ത് മക്കയിലെത്തിയ ഹാജി ഹജ്ജുമ്മമാര് അമല് പൂർത്തിയാക്കാൻ പോവുകയാണ്. അടുത്ത ജോലി തവാഫാണ്, ഉംറന്റെ തവാഫ്. ഉംറയ്ക്ക് നിയത്തും ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് മീഖാത്തിൽ വെച്ച്. അള്ളാഹ്ക്ക് കരാറും ചെയ്തിട്ട് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, നീ പറഞ്ഞതുകൊണ്ടല്ലാതെ മറ്റൊരാൾ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ തയ്യാറില്ല, ലബ്ബൈക്. അതല്ലേ തൽബിയത്തിന്റെ മാന നാം വിശദീകരിച്ചല്ലോ. ഹാജിയും ഹജ്ജുമ്മയും ഹജറുൽ അസ്വദിന്റെ മൂലയിൽ എത്തിയിട്ടാണ് അമലുകൾ തുടങ്ങേണ്ടത്. ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നുകൊണ്ട് ഹാജിയും ഹജ്ജുമ്മയും അല്ലാഹു തആലക്ക് ചില ഉറപ്പുകൾ കൊടുക്കേണ്ടതുണ്ട്. അത് നാട്ടിലുള്ള ഷഹാദ അതിൻ്റെ ക്ലിയറൻസ് നടത്തേണ്ടതുണ്ട്. ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നുകൊണ്ട് എന്താണ് പറയേണ്ടത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹിനെ പോലെയുള്ളവർ ഇവിടെ റിസാലത്തുൽ ഹജ്ജ് എന്ന കിതാബിലൊക്കെ വളരെ വിശദമായി ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് പറയേണ്ടത്? ഹാജി അല്ലെങ്കിൽ ഹജ്ജുമ്മ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നുകൊണ്ട് അവർ ഹിറാമിലാണ്,
അവർ വളരെ ഭക്തിപൂർവം ഹജറുൽ അസ്വദിനെ കണ്ട് അവിടെ നിന്നുകൊണ്ട് അള്ളാഹ്ക്ക് ചില കരാറ് വാക്കുകൾ കൊടുക്കുകയാണ്, പ്രതിജ്ഞാവാചകങ്ങൾ കൊടുക്കുകയാണ്. ഇവിടുത്തെ ഷഹാദ എത്രത്തോളം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹിനെ അറിയിക്കുകയാണ്. അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹ്ദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ പ്രതിജ്ഞാവാചകം. ഇത് കഴിഞ്ഞിട്ട് വേണം തവാഫ് തുടങ്ങാൻ. എന്താണ് ആ വാചകത്തിൻ്റെ മായന? അമീർ ചൊല്ലിക്കൊടുക്കുന്നു, മമൂർ ചൊല്ലുന്നു, അങ്ങനെ തന്നെ സിന്ദാബാദ്. ഇല്ല കൂട്ടരെ, ഇൽമില്ലാത്തവനിക്ക് എന്ത് ഹജ്ജ്, എന്ത് ഉംറ. ഹജ്ജിനെ സംബന്ധിച്ചോ ഉംറയെ സംബന്ധിച്ചോ അറിവില്ലാത്തവനിക്ക് എന്ത് ഹജ്ജ്. ഗ്രൂപ്പിൽ പൈസയും കൊടുത്ത് സുഖമായിട്ട് പോയിട്ട് അമീർ ചൊല്ലിക്കൊടുത്തതെല്ലാം ചൊല്ലിയിട്ട് വന്നു എന്നത് കവിഞ്ഞ് വേറെ ഒന്നും നീ നേടിയിട്ടില്ല. നീ അള്ളാഹിനോട് പറഞ്ഞു, ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. നീ ആരോ ചൊല്ലിത്തന്നു, നീ ഏറ്റു ചൊല്ലി, രാഷ്ട്രീയക്കാരെ പോലെ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. എന്താണ് നീ അള്ളാഹുവിനോട് പറഞ്ഞത്? അല്ലാഹുമ്മ ഈമാനം ബിക്, ഏ അല്ലാഹ്, നിന്നെ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ട് വന്നവനാണ് ഞാൻ. ഈമാൻ എന്താണ്? ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. അതാണ് ഈമാൻ. അല്ലാഹുമ്മ ഈമാനം ബിക്, പൂർണ്ണമായും നിന്നെ മാത്രം അംഗീകരിച്ചു കൊണ്ട് വന്നവനാണ് ഞാൻ. കള്ളമല്ലേ പറഞ്ഞത്? ഭൂരിപക്ഷവും സകല ജാറത്തിലും കയറി ഇറങ്ങിയിട്ടല്ലേ നീ പോയത് മക്കത്തേക്ക്? സകല ജാറത്തിലും കയറി സൂചിച്ചിട്ടല്ലേ നീ പോയത്? സകല തങ്ങന്മാരെ വർക്കത്തും തേടിയിട്ടല്ലേ നീ പോയത്? സകല മരിച്ചവരെ വർക്കത്തും തേടിയിട്ടല്ലേ നീ പോയത്? നീ കള്ളമല്ലേ ഈ പറഞ്ഞത്? അള്ളാഹു അല്ലാത്ത സകലത്തും പോയി പച്ച പെയിന്റ് ഇട്ടെടുത്തെല്ലാം കുമ്പിട്ടിട്ട് പോയിട്ട് നീ അള്ളാഹിനോട് പറയുക, അള്ളാഹുവെ ഞാൻ നിന്നെ മാത്രം പരിഗണിച്ചു വന്നവനാണ് എന്ന്. കള്ളം. നിഹ്റാമിന്റെ വേഷത്തിൽ ഹജറുൽ അസ്വദിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞ കള്ളം. നീ സകല ജാറത്തിലും പോയി കുമ്പിട്ട് സകല തങ്ങന്മാരടുത്തും പോയി തങ്ങളെ നിങ്ങളാണ് എന്റെ ഹജ്ജിന്റെ ആളെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ നീ? നീ അവിടെ പോയിട്ട് പറയാ അള്ളാഹിനോട് അല്ലാഹുമ്മ ഈമാനം ബിക്, ഒന്നാമത്തെ വാക്ക്. അതേസമയത്ത് മുവഹിദുകൾ, തൗഹീദിന്റെ വക്താക്കൾ, അള്ളാഹു മാത്രം എന്ന് ദൈനംദിന ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പഠിച്ചവർ, അത് പ്രാവർത്തികമാക്കാൻ ഒരേ ഒരു വഴി മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പ്രാവർത്തികമാക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിക്കാൻ എനിക്ക് കാണിച്ചെന്ന മോഡൽ അസ്ഹാബു റസൂലില്ലാഹ്. അത്ര കൃത്യമാണ് ഉമ്മത്തിന്റെ വയസ്സ്. അവൻ അല്ലാഹുമ്മ ഈമാനം ബിക്. ശരിയാണ്, പ്രയാസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അല്ലാത്തവരെ അന്വേഷിക്കാനും എൻ്റെ മനസ്സ് തോന്നിലെക്കാനും അവൻ തൗഹീദിന്റെ വക്താവാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവനാണ്, മഅബൂദിയത്തിന് ഷഹാദത്ത് കൊടുത്തവനാണ്. അവൻ പറയുന്ന വാക്ക് ഹഖാണ്. രണ്ടാമത്തെ വാക്ക് നിന്റെ പരിശുദ്ധമായ കിതാബിനെ പൂർണ്ണമായി സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അള്ളാഹുവിനോട് പറയാണ്, അമല് തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് കൊടുക്കുന്ന വാചകങ്ങളാണ്. സത്യപ്പെടുത്തിയിട്ടാണോ നീ പോയത്? ഉള്ള പൊന്നു മുഴുവനും ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ടല്ലേ നീ പോയത്? വിറ്റാൽ തീർന്ന് പണയം വെച്ചാൽ തിരിച്ചെടുക്കാലോ എന്നും പറഞ്ഞിട്ട് നീ പലിശക്ക് പൈസ എടുത്തിട്ട് പോയതല്ലേ നീ? എന്നിട്ട് നീ അവിടെ പോയിട്ട് പറയാം നിന്റെ കിതാബ് അനുസരിച്ചിട്ട് അമൽ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. നീ കിതാബിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണോ ഈ ലോൺ എടുത്തിട്ട് പോയത്? അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം സാമ്പത്തിക രംഗത്തും കുടുംബരംഗത്തും അനർത്ഥങ്ങൾ ചെയ്തു വെച്ചവനാണ് നീ. എന്നിട്ട് നീ അവിടെ പോയിട്ട് പറയാം നിന്റെ കിതാബിനെ സത്യപ്പെടുത്തിയിട്ടാണ് ഞാൻ വന്നത് എന്ന്. ആണോ? ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് സത്യപ്പെടുത്തിയിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് പോ. എന്നിട്ട് അവിടെ പോയിട്ട് ധൈര്യമായിട്ട് പറ, ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം തിരുത്തി നിന്റെ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാമെന്ന കരാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാഹുവേ, ആ വാക്കിന് അർത്ഥമുണ്ട്. മൂന്നാമതായിട്ട് പറഞ്ഞത് ഏ അല്ലാഹ്, നിനക്ക് ഞാൻ തന്ന കരാറ് പൂർത്തിയാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. വഫ എന്ന് പറഞ്ഞാൽ വീട് പൂർത്തിയാക്കുക, അഹ്ദ് എന്ന് പറഞ്ഞാൽ കരാറ്. നിന്നോട് ചെയ്ത കരാറ് പൂർത്തിയാക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. ആണോ? എന്നാണ് അല്ലാഹ് കൊടുത്ത കരാർ? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അല്ലാഹു അല്ലാത്ത ഒന്നിനെയും എന്തിനെയും പരിഗണിക്കുകയില്ല. എന്റെ അല്ലാഹനെ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. തെളിയിച്ചിട്ടാണോ നീ പോയത്? നീ കാല് മുട്ടിയാൽ പോയില്ലേ ഷെയ്ഖിന്റെ അടുത്തേക്ക്, ദർഗയിലേക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ അടുത്തേക്ക്? ഇത് അവിടെ പോയിട്ട് പറയാ ഞാൻ അള്ളാഹു എന്ന് എനിക്ക് തന്ന കരാറെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. നീ മുഴുവൻ കരാറും ലംഘിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്? നാലാമത്തെ വാചകം മുഹമ്മദ്, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബിന്റെ സുന്നത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
കള്ളം. ഏറാൻ കെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കൂട്ടത്തിൽ നീ ആദ്യം ചെയ്തത് ക്ലീൻ ഷേവ് നടത്തിയല്ലേ? താടി കുയ്യ പഠിച്ചിട്ട് നീ അവിടെ പോയിട്ട് അള്ളാഹിനോട് പറയുക, നിന്റെ ഹബീബായ മുത്തിന്റെ സുന്നത്ത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. നിന്റെ മുഖം നോക്കൽ അറിയാം നീ കള്ളനാണെന്ന്, നീ കള്ളമാണ് പറയുന്നത് എന്ന്. തിരുത്താമായിരുന്നില്ലേ? അങ്ങനെ ഓരോന്നും ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞതാ. മുഹമ്മദ് ഈ റിസാലത്തിന്റെ ഇത്തിബാഗ് എന്തെല്ലാം കളഞ്ഞു കുളിച്ചിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് പറയുക വത്തിബാൽ, നിന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ നീ ജൂതന്റെ സുന്നത്തല്ലേ പിൻപറ്റിയത്? നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ നീ ജൂതന്റെ സുന്നത്തല്ലേ പിൻപറ്റിയത്? നിന്റെ മക്കളുടെ കാര്യത്തിൽ ജൂതന്റെ സുന്നത്തല്ലേ പിൻപറ്റിയത്? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ജൂതന്റെ സുന്നത്തല്ലേ പിൻപറ്റിയത്? ഏത് കാര്യത്തിലാണ് നീ മുഹമ്മദ് നബിന്റെ സുന്നത്ത് പരിഗണിച്ചിരിക്കുന്നത്? നിന്റെ മകളുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ ജൂതന്റെ സുന്നത്തല്ലേ നീ നടപ്പിലാക്കിയത്? നിന്റെ മകന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ ജൂതന്റെ സുന്നത്തല്ലേ നീ നടപ്പിലാക്കിയത്? സകല മേഖലകളിലും അടുക്കള തൊട്ട് അങ്ങാടി വരെയും അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെയും ജൂതന്റെ സുന്നത്ത് നടപ്പിലാക്കിയ നീ, മുഹമ്മദ് ഈ സുന്നത്തിനെ കളിയാക്കിയ നീ ആളെ പോയിട്ട് പറയുന്നു സുന്നത്തി നബിയിക മുഹമ്മദ്, കള്ളമാണ് നീ പറഞ്ഞത്. അതാണ് അള്ളാഹ് അറിയേണ്ടത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിസ്സാരല്ല വിഷയം, കളിയല്ല കാര്യം, കാര്യമാണ്. ഈ തമാശ നേരം കരുതണ്ട. 10-15 ലക്ഷം ഉള്ളൂ എനിക്ക് പോയിട്ട് വരുന്നതിന് കുഴപ്പമില്ല. ടൂറ്, പൈസ നഷ്ടം, ആരോഗ്യം നഷ്ടം, സമയം നഷ്ടം. ഹജ്ജാകണമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചായിരിക്കും. ഒന്നാമത്തെ വ്യവസ്ഥ, 2 ഷഹാദ പൂർത്തിയാക്കിക്കൊണ്ടുള്ളവനെ മാത്രമേ അങ്ങോട്ട് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അല്ലാത്തവനോട് അള്ളാഹു ലാ ലബ്ബൈക വലാ സഅദൈ. തുടർന്ന് നമ്മുടെ ഷഹാദത്തുമായി ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم رضى عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في بدك وبحرك وجوفك أجمعين يا رب العالمين. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.